അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദരന്മാരെ, ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ നാടായ ചെട്ടിപ്പടി വളപ്പിൽ ജുമാ മസ്ജിദിന് പരിസരത്തുള്ള ഫിഷി ഹോട്ടലിന് അടുത്താണുള്ളത്. ഇവിടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നതാണ്. ഇവിടുന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ കടൽ കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നല്ല വിശാലമായ കാഴ്ചകളെല്ലാം ഇവിടെ തന്നെയുണ്ട്. ഇവിടെ ഇപ്പോൾ ഹാർബറിൻ്റെ ഒരു ഭാഗമാണിത്. ഇവിടുന്ന് അല്പസമയം ഏകദേശം ഒരു 50 മീറ്റർ നടന്നാൽ തന്നെ ഹാർബർ കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നല്ലൊരു പാർക്ക് നിർമ്മിക്കാനും സാധ്യതയുണ്ട്. അതിനുള്ള ഒത്താശയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഈ നാട് നല്ലൊരു സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നാടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഞങ്ങളുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ എല്ലാ ദിവസവും മത്സ്യം പിടിക്കാൻ വേണ്ടി പോവാറുണ്ട്. കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഫൈബർ ബോട്ടുകളെ കാണാൻ കഴിയുന്നതാണ്. പഴയ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ നാട്ടുകാർ ചാലിയം, ബേപ്പൂര്, അതുപോലെ തന്നെ കൂട്ടായ, എഴുമുഖം എന്നീ സ്ഥലങ്ങളിലാണ് മീൻ വിൽക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് ഞങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹാർബർ എന്ന ഹാർബർ ഉണ്ടായതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു ഉപകാരം തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ ഒരുപാട് കൂട്ടുകാരുണ്ട്. ഞങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതായ ഒരു മഹദിയുടെ ദർഗാ ഷരീഫ്, അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാലും സയ്യിദന്മാരുടെ ദർഗാ ഷരീഫും കാണാൻ കഴിയുന്നതാണ്. തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മഹാനരായ ഔക്ക മുസ്ലിയാർ മക്കാമും, അവിടുന്ന് കുറച്ച് അല്പം ഏകദേശം ഒരു കാമണിക്കൂർ വാഹനത്തിൽ പോയാൽ തന്നെ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ മൗത്തായ പപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ്റെ ദർഗാ ഷരീഫും ഉണ്ട്. ഇതൊക്കെ തീരദേശത്തുള്ളതായ ഒരു ബറക്കത്ത് തന്നെയാണ്, പുണ്യം തന്നെയാണ്. ഞങ്ങളുടെ നാട് വളരെ പ്രവിശാലമായ ഒരു നാട് തന്നെയാണ്. നീണ്ടു നിറക്കുന്നതായ ബീച്ച് ഏരിയ, ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ച് എന്ന് പറഞ്ഞാൽ